അതെ, യുഎസിൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടൽ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. സർക്കാർ ചെലവുകൾക്കുള്ള ധനാനുമതി ബിൽ പാസ്സാക്കാനായില്ല. എല്ലാ സർക്കാർ വകുപ്പുകളും ഇതോടെ സ്തംഭിക്കും. ആരോഗ്യ പരിരക്ഷാ ചെലവുകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ സഹകരിക്കില്ല എന്നാണ് ഡെമോക്രാറ്റുകളുടെ നിലപാട്. റൈറ്റ്, ബി കെ സുഹൈൽ വീണ്ടും ചേരുന്നുണ്ട്. സുഹൈല്, അങ്ങേയറ്റം അപകടകരമായൊരവസ്ഥയിലേക്ക് യു എസിൽ ഈ സാമ്പത്തിക മേഖലയും മാർക്കറ്റും ഒക്കെ പോകുന്നു എന്ന ചർച്ചകൾക്കിടെയാണ് ഇപ്പോൾ വലിയ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടലിലേക്ക് പോകുന്നു എന്നറിയുന്നത്. ഇപ്പോൾ ട്രംപിന്റെ തെറ്റായ നയങ്ങളാണോ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്? റൈറ്റ് നൗ എന്താണ് അവിടെ സംഭവിക്കുന്നത്? സൈഫുദ്ദീൻ ജിൽഷി, അമേരിക്കയിൽ നടക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയല്ല, അവിടെ ഒരു ഭരണ പ്രതിസന്ധി മാത്രമാണ് ഉള്ളത്. ഒക്ടോബർ 1-നാണ് അവിടെ അമേരിക്കയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പുതിയ വർഷത്തിലേക്ക്, സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അവിടെ ബിൽ പാസ്സാവേണ്ടത്. ഈ ബിൽ പാസ്സായാൽ മാത്രമേ ഗവൺമെന്റ് ചെലവുകൾക്കുള്ള, പ്രത്യേകിച്ചും ജീവനക്കാർക്കുള്ള ശമ്പളം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുകയുള്ളൂ, അവർക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുകയുള്ളൂ. അതിന്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത്, ആദ്യം ഈ ബിൽ, അതായത് ധനാനുമതി ബിൽ US കോൺഗ്രസ് പാസ്സാക്കുന്നു. അതിനുശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിടുന്നു. അതോടുകൂടിയാണ് ഈ ബിൽ പാസ്സാകുന്നത്. ഇപ്പോൾ ഈ ബിൽ പാസ്സാകുന്നത് US കോൺഗ്രസിൽ പ്രഷർ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ പാസ്സായില്ല എന്നുള്ളത് മാത്രമാണ് അമേരിക്കയിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത്. അതായത് അത് പാസ്സാകാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, വെറും റിപ്പബ്ലിക്കൻസിൽ മാത്രമായി ഈ ബിൽ പാസ്സാക്കാൻ കഴിയില്ല. ഡെമോക്രാറ്റുകളുടെ കൂടി പിന്തുണ വേണം US കോൺഗ്രസിൽ. ആ US കോൺഗ്രസിലെ വോട്ടെടുപ്പിൽ ഡെമോക്രാറ്റുകൾ ഇതിനോട് സഹകരിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു വലിയ ഭരണ പ്രതിസന്ധിയിലേക്ക് അമേരിക്ക പോയിരിക്കുന്നത്. അതിന് ഡെമോക്രാറ്റുകൾ പറയുന്ന ന്യായം എന്ന് പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന ഒബാമ കെയർ അടക്കം ഉണ്ടായിരുന്ന നിരവധി ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ആ സംവിധാനങ്ങൾ മുഴുവനും ഡൊണാൾഡ് ട്രംപ് എടുത്തു കളഞ്ഞു. പ്രത്യേകിച്ചും ആരോഗ്യ രംഗത്ത് നിന്ന് സർക്കാർ പിൻവാങ്ങുന്ന ഘട്ടമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ കൂടി, ആ പണം കൂടി ഈ ബില്ലിൽ ഉൾപ്പെടുത്താതെ ഞങ്ങൾ ഒപ്പിടില്ല എന്ന നിലപാടിലേക്ക് ഡെമോക്രാറ്റുകൾ പോയതോടുകൂടിയാണ് അമേരിക്ക വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഡെമോക്രാറ്റുകളും അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കുന്നു. ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂർ കൂടി മാത്രമാണ് അമേരിക്കയിൽ പുതിയൊരു സാമ്പത്തിക വർഷം ആരംഭിക്കാനിരിക്കുന്നത്. അത് ആരംഭിക്കുന്നതോടുകൂടി ഭരണ പ്രതിസന്ധി വൻതോതിൽ ഉണ്ടാകും. അവശ്യ സർവീസുകളല്ലാത്ത മുഴുവൻ ഭരണ സംവിധാനങ്ങളും നിലയ്ക്കും. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല, 1980-ക്ക് ശേഷം ഒരുപാട് തവണ ഇത് ഉണ്ടായിട്ടുള്ളതാണ്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് തന്നെ 30ഓളം ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും അതേപോലെ തന്നെ ഭരണ പ്രതിസന്ധിയും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏതായിരുന്നാലും ഒരു 1.5 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ അമേരിക്ക വേറൊരു തലത്തിലേക്ക് മാറും. അവിടെ 5 ലക്ഷത്തോളം വരുന്ന ഫെഡറൽ ജീവനക്കാർ, അവരെല്ലാവരും തന്നെ അവധിയിലേക്ക് പോകും. അവർക്ക് ശമ്പളം ഉണ്ടാവില്ല. അങ്ങനെ ശമ്പളമില്ലാതെയും അവർ പണിയെടുക്കണം എന്ന നിലപാടിലേക്ക് ട്രംപ് പോകുന്നുണ്ട്. അത് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോകും. അമേരിക്ക ഒരു പ്രത്യേക ഈ അവസ്ഥ മറികടക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക? സ്വൈൽ, ഇത് ഭരണപ്രതിസന്ധിയാണ് സ്വൈൽ പറഞ്ഞു. അത് മറികടക്കാൻ പെട്ടെന്ന് ശ്രമങ്ങളൊന്നും സാധ്യമല്ലേ? ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസവും ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ഡെമോക്രാറ്റിക് സംഘവുമായി ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ, ഒരു സമവായ ചർച്ചയിലും അതിന് വഴങ്ങാൻ ഇരുപക്ഷവും തയ്യാറായില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു 7 ഡെമോക്രാറ്റ് അംഗങ്ങളുടെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ, US കോൺഗ്രസിൽ 7 ഡെമോക്രാറ്റ് അംഗങ്ങളുടെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള കൗതുകകരമായ കാര്യമാണ്. അതിൽ ഡെമോക്രാറ്റുകളിൽ ഈ ഒരു പ്രശ്നത്തോടെ, ഇത്തരം ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കാവുന്ന 7 പേരുടെ പിന്തുണ നേടാനുള്ള അതിതീവ്രമായ ശ്രമമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്, അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടത്തിലെ ഒരു വിഭാഗം നടത്തുന്നത്. മറുവിഭാഗം ഇതൊരു ആശയ പ്രചാരണമായി കൊണ്ടു നടക്കാം. പ്രത്യേകിച്ചും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന സിദ്ധാന്തത്തിന് ട്രംപ് എടുക്കുന്ന നിലപാടുകൾ അമേരിക്കക്കാർക്കിടയിൽ ചർച്ചയാക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താം എന്ന് വിചാരിക്കുന്ന ആളുകൾ കൂടിയുണ്ട്. ഏതായിരുന്നാലും ഒരു 7 ഡെമോക്രാറ്റ് അംഗങ്ങളുടെ പിന്തുണ നേടിയെടുത്താൽ പരിഹരിക്കാവുന്ന പ്രശ്നമാണിത്. പക്ഷേ അങ്ങനെ പരിഹരിച്ചിട്ടില്ല എങ്കിൽ അമേരിക്കയിൽ വലിയ പ്രതിസന്ധിയുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശരി, ബി കെ സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ